തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ, കണ്ഠം വിറയ്ക്കാതെ പാടൂ പാടൂ എന്ന് തുടങ്ങി പോകുന്ന ഏതാണ്ട് 13.5 മിനിറ്റുള്ള ഒരു പാട്ട് വിക്കേസ്. ഇതൊന്നും മുഴുവൻ സമയം പാടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ ഓർമ്മപ്പെടുത്തൽ മാത്രം നടക്കുകയാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീനിങ് ഫുൾ മ്യൂസിക് എന്ന മിസ്യൂക്ക് എന്ന ഒരു സങ്കല്പം എങ്ങനെയാണ് വികേസ് തൻ്റെ ഈണങ്ങളിൽ കൂടി തൻ്റേത് മാത്രമായൊരു സവിശേഷമായ പദ്ധതിയിൽ കൂടി, സംഗീത പദ്ധതിയിൽ കൂടി അവതരിപ്പിക്കുകയും അത് കേരളത്തിൻ്റെതാക്കി മാറ്റുകയും ചെയ്തത് എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും വികേസിനെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സജിതയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് ഞാൻ ശാസ്ത്രാസാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെടുന്ന ഒരു കാലത്ത് തന്നെ കലാ സബ് കമ്മിറ്റിയുടെ കൺവീനറാണ്, ജനറൽ സെക്രട്ടറിയാണ്. ഇതൊക്കെ തൊട്ടടുത്ത വർഷങ്ങളിലാണ്. നിരന്തരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കത്തിടപാടുകളുണ്ട്. ഇതൊക്കെ ആയാലും അതിനൊക്കെ അപ്പുറത്ത് വികേസ് പാട്ട് എന്നതാണ് ഈ കേസിലേക്ക് എന്നെ അടുപ്പിക്കുന്നതും അതല്ലെങ്കിൽ ഈ കേരളത്തെ അടുപ്പിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഞാൻ കരുതുന്നത്. കലയാണ് അടിസ്ഥാനപരമായി വികേസ്. കല എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനത്തിന്റെയും സമരഭൂമിയായി തീർന്നത് എന്നതാണ് ഈ കേസിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ നാം എപ്പോഴും ഓർക്കേണ്ടത്. ഒരർത്ഥത്തിൽ മ്യൂസിക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സമീപനം ഈ കേരളത്തിൽ അന്നുവരെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ വിച്ഛേദമാണ്. 1980 ഒക്ടോബർ 2 മുതൽ നവംബർ 7 വരെ ശാസ്ത്രാസാഹിത്യ പരിഷത്തിന്റെ ആദ്യത്തെ ശാസ്ത്രകലാജാഥ, അതിനു മുമ്പുണ്ടായ കുവേരിയിൽ നിന്നും തുടങ്ങിയ ഗ്രാമശാസ്ത്ര ജാഥ, ഇതൊക്കെ അനുഭവങ്ങൾ മനഃപ്പാഠമായിട്ടുള്ള ഒരു സദസ്സാണ് ഈ ഇരിക്കുന്നതും എന്നെനിക്കറിയാം. പക്ഷേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീന ഘടകം PCO സെന്ററിൽ അതിനു മുമ്പ് നടന്ന ചില വർക്ക്ഷോപ്പുകൾ കൂടിയാണ് എന്ന് ഞാൻ ധരിക്കുകയാണ്. അതിൽ കലയുടെ ഒരു വലിയ സ്വാധീനം ദേശീയ തലത്തിലാണെങ്കിൽ പ്രസന്നയുടെയും അതോടൊപ്പം തന്നെ ബാദൽ സർക്കാരിൻ്റെയും ഒക്കെ ഒരു സമീപനമായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഒരു ആശയ പദ്ധതി എന്ന നിലയിൽ അതിൻ്റെ കലയെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ബ്രെറ്റിന്റെ കലാസങ്കല്പങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പ്രയോക്താക്കളായി തീരുകയായിരുന്നു നമ്മൾ എല്ലാവരും എന്നാണ് ഞാനിപ്പോഴും കരുതുന്നത്. ഇതിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബ്രെറ്റിയൻ സംഗീത സങ്കല്പത്തെ നിർവചിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്തത് പൂർണ്ണമായും വികേസാണ് എന്നാണ് ഞാൻ വികേസിനോട് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനൊക്കെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യാറുള്ളത്. അതേക്കുറിച്ച് എന്ത് പറയുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന
മീനിങ് മ്യൂസിക് എന്ന മിസ്യൂക്ക് എന്ന ഒരു സങ്കല്പം. എങ്ങനെയാണ് VKS തൻ്റെ ഈണങ്ങളിൽ കൂടി തൻ്റേത് മാത്രമായൊരു സവിശേഷമായ പദ്ധതിയിൽ കൂടി, സംഗീത പദ്ധതിയിൽ കൂടി അവതരിപ്പിക്കുകയും അത് കേരളത്തിൻ്റെതാക്കി മാറ്റുകയും ചെയ്തത് എന്നാണ് ഞാൻ എല്ലായ്പ്പോഴും VKSനെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതിലൊന്ന്, കലയിലും ജീവിതത്തിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തനത്തിലും ഒരർത്ഥത്തിൽ ജീവിതത്തിൽ തന്നെ അടിമുടി പുലർത്തേണ്ട ഒന്ന് ഈ ഇൻക്ലൂസീവ്നെസ് എന്ന ഉൾക്കൊള്ളലിന്റെയും ഉൾച്ചേർക്കലിന്റെയും വലിയൊരു സംസ്കാരമാണ്. അത് ഏറ്റവും വിരളമായി തീരുകയും സമൂഹം അപ്പാടെ വളരെ റിജിഡായി തീരുകയും ചെയ്യുക എന്നത് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അത് പരവിദ്വേഷത്തിലേക്ക്, അപരവിദ്വേഷത്തിലേക്ക്, വെറുപ്പിലേക്ക് ഒക്കെ മാറിത്തീരുന്ന വല്ലാത്തൊരു കാലം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളിലൂടെ ഏറ്റവും അധികം സംഭവിക്കുന്നത് നമ്മുടെ ഒരു സമൂഹത്തിനും ജീവിതത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ പഴയതുപോലെ ഒരുപക്ഷെ എല്ലാ കാലത്തും അത് തുടരാനാവാത്ത വ്യക്തികളെ, ആശയങ്ങളെ വളരെ നിർദ്ദയം ഇങ്ങനെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കിടയിലുണ്ട്. അതിൽ യാതൊരു സുജനമര്യാദയും പാലിക്കാതെ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രവണതകളിൽ ഒന്നാണ്. അത് ഈ മാറുന്ന ഒരു കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത കൂടിയാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഒരു വാക്ക് എങ്ങനെ ഉച്ചരിക്കും എന്നതിനെ കുറിച്ച് കൂടിയുള്ള സംശയങ്ങൾ, നിശ്ചിതമായ തീർപ്പുകളിൽ സംശയത്തിന്റെ വിത്തെറിയുക എന്നത് എല്ലാ ഫാസിസ്റ്റ് കാലങ്ങളുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. അങ്ങനെ സംശയിച്ചു നിൽക്കുക എന്നത് ഒരു തരത്തിൽ ഇച്ഛാശക്തിയുടെ ഒരു വലിയ തളർച്ചയുടെയും തകർച്ചയുടെയും കാലം കൂടിയാണ്. അതുകൊണ്ടാണ് സജിത സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കേണ്ടായി. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം ആയി തീരേണ്ടതുണ്ട്. നിൽക്കുന്ന തറയുടെ കൂടിക്കൂടി വരുന്ന പൊള്ളലിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് കത്തിയേരിയുന്ന വീടിനെ കുറിച്ചുള്ള ഗൗതമബുദ്ധന്റെ സാരോപദേശം എന്ന പ്രശസ്തമായ ബ്രെറ്റ് കവിതയിൽ പറയുന്നത് പോലെ ഒരു തിരിച്ചറിവ്. ഞാൻ യഥാർത്ഥത്തിൽ VKSനെ നേരിട്ട് കാണുന്നത് 80-ലെ കലാജാഥ. മുമ്പ് VKSനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്നത് 80-ൽ തന്നെയാണ്. 45 വർഷം മുമ്പ് ഇതുപോലെ ആ ഒന്നാമത്തെ ജാഥയോടൊപ്പം പല സ്വീകരണ കേന്ദ്രങ്ങളിലും സഞ്ചരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. 80-ലും 81-ലും ഞാൻ പ്രധാനമായും അതാണ് ചെയ്തത്. 81-ൽ എഴുതിയെങ്കിലും 82-ലാണ് അത് അവതരിപ്പിച്ചു തുടങ്ങിയത്. എനിക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ 80-ൽ ഈ അരങ്ങിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന്. VKS പാടുമ്പോൾ ഉള്ള പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഒരു പദ്ധതി കൂടി പ്രയോഗത്തിൽ വരികയാണ് നേരിട്ട്. ചിലപ്പോൾ ഇത് തന്നെ പിന്നീട് നാം റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ അതിനെ ഓമനിപ്പിച്ച് കാറിൽ ഇരുന്ന് കേൾക്കാനും വീട്ടിൽ നിന്ന് കേൾക്കാനും ഒക്കെ പാകത്തിലേക്ക് അത് അറിയാതെ അങ്ങനെ മാറിപ്പോവുകയാണ്. ആജ്ഞാശക്തിയായി മാറിയിടാൻ എന്ന ആജ്ഞാശക്തി ചിലപ്പോൾ പിന്നീട് ഒരിക്കൽ അത് കേട്ടുപാടുമ്പോൾ, അത് ഏറ്റുപാടുമ്പോൾ ഇല്ലാതെ പോകും. ഇതാണ് യഥാർത്ഥത്തിൽ മീനിങ് മ്യൂസിക് എന്ന ബ്രെറ്റിന്റെ ഏറ്റവും വലിയൊരു സങ്കല്പത്തെ എങ്ങനെയാണ് പരമദാസ് എന്ന വളരെ പ്രശസ്തനായ ഭാഗവതർ, വെള്ളി നക്ഷത്രത്തിന്റെ സംഗീത സംവിധായകനൊക്കെ ആയിരുന്ന പഴയ തലമുറയിലെ പരമദാസിന്റെ ശിക്ഷണത്തിൽ
എൻ്റെ 7 വർഷം കർണാട്ടിക് മ്യൂസിക് പഠിച്ച ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നിരുന്നിട്ട് ഈ കേസ് എപ്പോഴും നൊട്ടേഷനുകൾ എഴുതി കൊടുക്കുകയല്ല, പാടിക്കൊടുക്കുകയാണ് പാട്ടുകാർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ റെക്കോർഡിങ്ങിന്റെ ഒരു വേളയിലെ അനുഭവം മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. അത് അങ്ങനെ പാടിക്കൊടുക്കുമ്പോൾ അവർ ധരിക്കുന്നത് നിശ്ചിതമായ ഒരു രാഗപദ്ധതിയൊന്നും പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ നാം കേട്ട ഈ തിപ്പരി ചിതറിക്കൊണ്ടിരുന്ന പല പാട്ടുകളും ചിലതെങ്കിലും കർണാട്ടിക് രാഗപദ്ധതികൾ വളരെ കൃത്യമായി രക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നത് കാണുമ്പോഴാണ് 21-ാം ശതകമെത്തി എന്ന് പറഞ്ഞു. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർക്കുവാൻ എന്തെന്തു കാര്യമുണ്ടോർക്കണം തുടങ്ങി എത്ര പാട്ടുകളാണ്. ഇത് വളരെ പ്രമുഖരായ ഇൻസ്ട്രുമെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന മ്യൂസീഷ്യൻസ് അദ്ദേഹം പാടുമ്പോൾ ഇങ്ങനെ അന്തപ്പെട്ട് നിൽക്കുമെങ്കിലും ഓർക്കസ്ട്രേഷന്റെ ഒരു ഘട്ടം വരുമ്പോൾ അദ്ദേഹം അത് വെറും വായ്ത്താരികളുണ്ട് ഓർക്കസ്ട്രേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നൊട്ടേഷനുകൾ കൊടുക്കാതെ ചെയ്യുമ്പോൾ അവർക്ക് തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ നൊട്ടേഷനുകൾ എഴുതി കൊടുത്ത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയം. അതുകൊണ്ട് ചിലപ്പോൾ അവർ കൃത്യമായി അത് എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കും. പക്ഷേ ഈ സമഗ്രമായ എല്ലാ സംഗീത പദ്ധതികളെയും, അത് കർണാട്ടിക് സംഗീതമായാലും ഹിന്ദുസ്ഥാനി ആയാലും ഫോക്ക് മ്യൂസിക് ആയാലും രവീന്ദ്ര സംഗീതമായാലും തുടങ്ങി ഏതൊക്കെ ജോണറുകളിലുള്ള സംഗീത പദ്ധതികളുണ്ടോ അതിനെ മുഴുവൻ സ്വീകരിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ദീക്ഷിച്ചത്, എനിക്ക് തോന്നുന്നത് പലരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുക, ഉപകരണമാക്കി മാറ്റുക എന്നത് ആവർത്തിച്ച് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ കാണാൻ ഇടയാക്കുക. കലയിലെ ഒരുതരം ഉപകരണവാദം എന്നത്, ഉപയോഗം എന്നത് വേറൊരു തരം മുതലാളിത്തത്തിന്റെ കൺസ്യൂമറിസ്റ്റ് ആശയമാണ്. കലയെ എപ്പോഴും ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ് മുതലാളിത്തം കാണുന്നത്. അതുകൊണ്ട് ഒരു നിയോലിബറൽ മുതലാളിത്തത്തിന്റെ ഭാഷയിലേക്ക് നമ്മെപ്പോലുള്ളവരും അത് ഉപയോഗിക്കുക, അതിനെ ഉപകരണമാക്കുക എന്നത് പറഞ്ഞുകൂടാ എന്നൊരു തോന്നലാണ്. ഞാൻ അതിന്റെ ഒരു പാവനവാദം ഉന്നയിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഒരർത്ഥത്തിലൊരു ഇവോൾവ്മെന്റ് ആണ്. അത് ഇവോൾവ് ചെയ്ത് വരികയാണ്. ഓരോ കാലഘട്ടവും കാലം എന്ന് ചുമരിൽ എഴുതിയാൽ അതിൽ 2 അക്ഷരങ്ങളേ ഉള്ളൂ. അതിന്റെ പുള്ളിയും വള്ളിയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കല എന്ന 2 അക്ഷരങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓരോ കാലവും ആണ് ആ 2 കാലഘട്ടത്തെ കുറിച്ച് കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കിടക്കാൻ ഒരു കിടപ്പാടമില്ലാതെ ഒരുപക്ഷെ പാടുക എന്നത് ജീവിതത്തിനുള്ള ഒരു ആയോധന മാർഗമാണ് എന്ന് കരുതുന്ന മേദിനി ചേച്ചിമാർ ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച്, സുലോചന ചേച്ചിമാർ ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ച് വേണുകുട്ടൻ സാറ് കൂടെ ഒന്നിച്ചാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സുലോചന ചേച്ചിയെ വിളിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർ പുറത്ത് മറപ്പുരകൾ പോലുമില്ല, പുറത്ത് കുളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്ന് ആ അനുഭവങ്ങളിൽ പറയുന്നു. ചെറിയ പെൺകുട്ടിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാലത്ത് ശരിക്കും കലയിലേക്ക് കടന്നു വരുന്നവർക്ക് ജീവിതത്തിന്റെ ഒരു വലിയ ആയോധന മാർഗം കൂടിയാണ് അത് എന്ന് തിരിച്ചറിവ് കൂടിയുണ്ട്. ആനയൊക്കെ ഉണ്ടായിരുന്ന പഴയൊരു തറവാട്ടിൽ നിന്നും എല്ലാം തകർന്ന് ജീവിക്കാൻ ഒരു മാർഗമില്ല എന്ന ഒരു 14-കാരി ഏറനാടൻ പെൺകുട്ടി നല്ല മനുഷ്യനാകുന്ന നോക്ക് കണ്ടിട്ട് EMS ആണ് മാനി മുഹമ്മദിനോട് ഈ പെൺകുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരെ അഭിനയിക്കുന്ന ഒരു നാടകം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും വലിയ വിപ്ലവം അരങ്ങിൽ നടത്തുമ്പോൾ ഒരു പെൺകുട്ടിയെ പോലും നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് മേനി ചേച്ചി ആയിഷാത്തായുടെ 90-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ആയിഷാത്തായെ നരകത്തിന്റെ റാണി എന്നാണ് ഒരു കൂട്ടം ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. കേരള നൂർജഹാൻ എന്ന് ഒരു കൂട്ടം ആളുകൾ ആദരിച്ച് അവരെ വരവേറ്റുകൊണ്ടിരുന്ന ഒരു കാലത്ത് മറ്റൊരു ഭാഗത്ത് ഈ വെടിച്ചില്ലുകൾ അവർക്ക് നേരെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മതയാഥാസ്ഥികത്വം വലിച്ചെറിഞ്ഞ കരിങ്കൽ ചീലുകൾ
നെറ്റിയിൽ വീണ് പൊട്ടി ചോരയൊഴുകി ആ ചോരയുടെ ഉപ്പുരസം കലർന്ന വാക്കുകൾ അരങ്ങിൽ നിന്ന് ഉച്ചരിക്കുകയായിരുന്നു. ഇതൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഒരർത്ഥത്തിൽ അതിന്റെ ഒരു തുടർച്ച വികേസിനുണ്ട്. കിടാമംഗലം പപ്പുക്കുട്ടിയുടെ നേരെ അനന്തരവൻ എന്നത് കേരളത്തിന്റെ മൈക്കോവ്സ്കി എന്ന് കേസരി എ ബാലകൃഷ്ണപിള്ള വിശേഷിപ്പിക്കും വിധം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്തോ ചില ആത്മവിശ്വാസ കുറവ് കാരണം കിടാമംഗലം എന്ന് പറഞ്ഞിരുന്നത് കിടാമംഗലം പപ്പുക്കുട്ടിയാണ്. 1925 കിടാമംഗലം സദാനന്ദൻ ജനിക്കുന്നത്. കിടാമംഗലത്താണ് കഥാപ്രസംഗം എന്ന കലാരൂപം ഉണ്ടായത്. ഞാൻ ഇക്കാര്യം കൂടി പരസ്പരം ബന്ധിപ്പിക്കുന്നത് 4-ാം തീയതി ഇന്നത് നടക്കുമ്പോൾ 2 ദിവസം മുമ്പ് 2-ാം തീയതി കലാജാഥകളുടെ ചരിത്രഗാഥ, കലാജാഥയുടെ ചരിത്രഗാഥ എന്ന പേരിൽ എൻ വേണുഗോപാലൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് വിവേകോദയം സ്കൂളിൽ വെച്ച് നടന്നത്. നാം ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ ഈ എല്ലാ കലാരൂപങ്ങളെയും എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ സമസ്ത കലാരൂപങ്ങളെയും ഒരുപോലെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു കലാപ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഈ ശാസ്ത്രകലാജാഥ അല്ലെങ്കിൽ കലാജാഥ പ്രസ്ഥാനം പോലെ എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ കഥാപ്രസംഗത്തിന്റെ ഘടകങ്ങളും ഉണ്ട്. വേണു അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വാചികത്തിനായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നാടകത്തിലും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ എല്ലാത്തിനെയും ഈ സമഗ്രത എന്നത് ഒരർത്ഥത്തിൽ ഒരു മൊത്തം ഉൾക്കൊള്ളലായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ച വികേസിന്റെ അച്ഛൻ നടനും സംഗീതജ്ഞനും സംഗീത നാടകങ്ങളുടെ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പരമദാസിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം ഇത്രയും കാലം സംഗീതം പഠിച്ചത്. വികേസ് തന്നെ ഏറ്റു പറയുന്നത് പ്രദീപ് കണ്ണങ്ങാടുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതലായി ഹിന്ദുസ്ഥാനി സംഗീതം അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഡോക്ടർ എസ് പി രമേശാണ് എന്ന്. ഡോക്ടർ എസ് പി രമേശിന്റെ സംഗീത പാഠങ്ങളിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പകർന്നു കിട്ടുന്നത്. അദ്ദേഹം ആ ഒരു കാലത്തും പരമാവധി ഈ വിശ്വസംഗീതത്തിന്റെ കിട്ടാവുന്ന എല്ലാ ജോണറുകളെയും പരിചയപ്പെടാൻ പല സുഹൃത്തുക്കളും ഒത്തുള്ള സതിരുകളിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലത്ത് അദ്ദേഹം ബാബു പോളിന്റെ ഒക്കെ കൂടെ താമസിച്ചതിന്റെ ഒരു അനുഭവം വേറെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. എസ് എം വിജയാനന്ദന്റെ കൂടെ താമസിച്ചതിന്റെ ഒരു അനുഭവം വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരുപാട് സുഹൃത്തുക്കളുമായുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സമഗ്രമായ സംഗീത ബോധവും അതിന്റെ ഒരു വലിയ ഉള്ളടക്കവുമാണ് യഥാർത്ഥത്തിൽ വികേസിന്റെ സംഗീതത്തെ. അതൊരു പുതിയ ധാരയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടർച്ചയുണ്ട് അതിന്, എന്നാൽ ഒരു ഇടർച്ചയുമുണ്ട്. അത് പഴയ കാലത്ത് നാം പറയുന്ന പോലെ ഒരു ചരിത്രത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ ഈച്ചക്കോപ്പി ആയിരുന്നില്ല. ഒരു തുടർച്ചയും എന്നാൽ ഒരു ഇടർച്ചയും. പ്രധാനമായും അദ്ദേഹത്തിന്റെ സംഗീതം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മേഖല പ്രയുക്ത സംഗീതത്തിന്റെ ഒരു മേഖലയിലാണ്. അപ്ലൈഡ് മ്യൂസിക് എന്നൊരു മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ദൃശ്യകലയുടെ ഭാഗമായിട്ട്, ഒന്നൊരു സിനിമയുടെ, അതല്ലെങ്കിൽ നാടകത്തിന്റെ, അതല്ലെങ്കിൽ നാം പിന്നീട് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചൊൽക്കാഴ്ചകളുടെ, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ സംഗീതം പ്രവർത്തിച്ചത്. കേരളത്തിലുള്ള മിക്കവാറും സംഗീതത്തിന്റെ ഏറ്റവും വലിയ ഒരു പരിമിതി ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് വന്ന സമീപകാലത്താണ്. ലോകത്തെല്ലായിടത്തും നേരത്തെ വികസിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് വന്ന് മലയാളത്തിൽ അടുത്ത കാലത്ത് മാത്രമാണ് അത് വികസിച്ചു വന്നത്. എന്നാൽ ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഒരു വലിയ ധാരയ്ക്ക് കൂടി തുടക്കമിടുകയാണ്. സവിശേഷമായ ഒരു ശൈലിയുമായല്ല, സവിശേഷമായ ഒരു വിച്ഛേദവുമായി വികേസ് അതിനാണ് തുടക്കമിട്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഈ കവിതയുടെയും സംഗീതത്തിന്റെ ഒരു പാരമ്പര്യം വികേസിലുണ്ട്. ഒന്ന്, കിടാമംഗലം പപ്പുക്കുട്ടിയിൽ നിന്ന് തുടങ്ങുന്ന കവിതയുടെ ഒരു പാരമ്പര്യം. ഈ കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് കിടാമംഗലം പപ്പുക്കുട്ടി. അതുപോലെ തന്നെ പരമദാസിന്റെയും വികേസിന്റെ അച്ഛന്റെയും ഒരു വലിയ സംഗീത പാരമ്പര്യം. ഈ രണ്ട് പാരമ്പര്യങ്ങളും കൂടി ചേർന്ന്, ഈ രണ്ട് കൈത്തോടുകളും ചേർന്ന് ഒരു നദിയായി തീരുക എന്നതാണ് വികേസിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ രണ്ട് പാരമ്പര്യങ്ങളുടെയും രണ്ട് ധാരകൾ, അതുകൊണ്ട് സംഗീതത്തിലെ ഒരുതരം ഡയലക്റ്റിക്സ് എന്നത്, വൈരുദ്ധ്യാത്മകത എന്നത്
ഏറ്റവും കൂടുതൽ പ്രകടമാവുന്ന സംഗീത വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് VKS എന്ന് ദൃഢമായി ധരിക്കുന്നു. ഒന്നിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊന്ന്. എത്രയോ മനുഷ്യരെ പെട്ടെന്ന് ഉണർത്തുകയും അവരെ കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന സംഗീതത്തിന്റെ ഒരു പദ്ധതി അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ ഏകാഗ്രതയുടെ ഒരു വലിയ സംഗീതം VKSനോടൊപ്പമുണ്ട്. VKSൽ പ്രകടമായ ഒരു അന്തർമുഖത്വം നമുക്ക് കാണാനാവില്ലെങ്കിലും VKSന് അന്തർമുഖമായ KT രാധാകൃഷ്ണൻ മാഷ് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ നേരെ മുമ്പ് KT ഞങ്ങൾ ഒന്നിച്ച് ജാമിയ മിലിയ ഇസ്ലാമിയയിൽ ഒരു ദീർഘമായ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കേണ്ടായി. VKS ഞാനും ഒരു മുറിയിലാണ്. രാത്രി മുഴുവൻ, രാത്രി എന്നൊന്നില്ല, പകല് മുഴുവൻ കഴിഞ്ഞ് രാത്രി വരെ നീളുന്ന ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് രാത്രിയിൽ VKS എനിക്കായി ഒറ്റയ്ക്ക് പാടിത്തന്ന മുഴുവൻ തീർത്തും ഏകാഗ്രത ഇങ്ങനെ മുറ്റി നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ്. അത് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം, പല സദസ്സുകളിലും ഏറ്റവും അടുത്ത കൂട്ടങ്ങളിൽ മാത്രം അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. ഒന്ന് ഒവീഷയുടെ മഴയും ശിവകുമാരി ടീച്ചറുടെ രാത്രി മഴയും, അതല്ലെങ്കിൽ ഒറ്റയ്ക്കും, അതുപോലുള്ള ഈ ഏകാഗ്രതയുടെ ഒരു വലിയ സംഗീതം അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലത്തും ഉണ്ട്. ഇത് നാം തിരിച്ചറിയണം. എനിക്ക് സജിത ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായി തോന്നിയത് ഇതാണ്. നാം ഇതിന്റെ നത്തിങ് ഹ്യൂമൻ ഇസ് ഏലിയൻ ടു മീ എന്ന മാർക്സിന്റെ മഹത്തായ ഒരു ആശയത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്. മാനുഷികമായ ഒന്നും എനിക്ക് അന്യമല്ല എന്ന വലിയൊരു ആശയത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കണം. കലയിലെ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ച്, കലയുടെ വൈരുദ്ധ്യാത്മകതയെക്കുറിച്ച്, ഒപ്പം അധ്വാനത്തിന്റെയും കലയുടെയും ഒരുതരം അന്യവൽക്കരണത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് കൂടി നാം എപ്പോഴും അന്വേഷിക്കണം. അപ്പൊ ഈ മിക്കവാറും ഇത്തരമുള്ള യാത്രകളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒപ്പമുള്ള, ഏറ്റവും ചുരുക്കം സുഹൃത്തുക്കളോ ഒപ്പമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ VKS പാടിക്കൊണ്ടിരുന്നത് അത്യന്തം ഏകാഗ്രതയിൽ ഊന്നി നിൽക്കുന്ന ഒറ്റയ്ക്ക് എന്ന കവിതയുടെ വരികൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അത് സുഗതകുമാരിയുടെ ഒരു ആക്ടിവിസ്റ്റായി തീർന്ന സുഗതകുമാരി പിന്നീട് എഴുതിയ കവിതകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ മഴ എന്ന ഒവീഷയുടെ കവിതയായിരുന്നു. ഈ കവിതകൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? അതിന്റെ പേരിൽ തന്നെ ഒരു ആൽബം VKS പിന്നീട് ഇറക്കുകയുണ്ടായി. പക്ഷെ ഇതൊന്നും ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഇതൊന്നും കേൾക്കേണ്ടവർ കേരളത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ VKSന്റെ മറ്റൊരു തലത്തിൽ കൂടിയുള്ള ജീവിതം, സംഗീതത്തിലെ ഒരു വലിയ ജീവിതം, ഒട്ടുവളരെ മനുഷ്യരെ കൂടുതലായി സ്വാധീനിച്ചേനെ. എത്രയോ എത്രയോ പേർ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലും ലോകത്തിന്റെ പല കോണുകളിലുള്ള മലയാളികൾ VKSനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രായേണ കുറഞ്ഞു പോയതിന്റെ കാരണം അതൊന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നതാണ്. ഞാൻ കഴിഞ്ഞ അനുസ്മരണത്തിനും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനെ ചേർത്തെടുക്കുക എന്നതാണ്. അതിനെ ഒന്നിപ്പിക്കുക, അതിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ആണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോ ഈ രാഗങ്ങളെ കുറിച്ചോ അതിന്റെ സാങ്കേതികത്വങ്ങളെ കുറിച്ചോ ഒന്നും പറയാതിരിക്കുകയും, എന്നാൽ അത് തന്റെ സംഗീത ബോധത്തിലേക്ക് ആദേശിക്കുകയും ഒരു ആദേശം ചെയ്യുകയും ചെയ്ത് അതിനെ പുറത്തേക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് VKSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുദാസിന്റെ ജീവിത പങ്കാളിയായ പ്രഭാ യേശുദാസ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള 10 പാട്ടുകൾ യേശുദാസ് പാടിയതായി തിരഞ്ഞെടുത്തതിൽ ഒന്ന് ആദ്യം അടൂർ ഗോപാലകൃഷ്ണന്റെ കാമുകി എന്ന വളരെ പുറത്തേക്ക് വരാതിരുന്ന ഒരു ചിത്രത്തിന് വേണ്ടി എഴുതുകയും ഏറ്റുമാനൂർ സോമദാസൻ എഴുതി VKS സംഗീതം നൽകി അവതരിപ്പിക്കുകയും ചെയ്ത, പിന്നെ രാജീവ്നാഥിന്റെ തീരങ്ങൾ എന്ന് എത്രയോ കാലം അതിന്റെ ഓഡിയോ ഉണ്ടായിരുന്നില്ല, പിന്നീട് വിദേശത്ത് നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കിട്ടിയ ആ ഓഡിയോ കേട്ടു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ജീവനിൽ ജീവന്റെ ജീവനിൽ നിന്നെരിയുന്നു നിൻമിഴികൾ നിറദീപങ്ങൾ പോലെ ജീവന്റെ ജീവനിൽ നിന്നെരിയുന്നു നിൻമിഴികൾ നിറദീപങ്ങൾ
സത്യത്തിൽ ഇത് ഗീതാഞ്ജലിയിൽ, അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മറ്റു പല കവിതകളിലും ഈ രാഗപദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഏകാകിയുടെ ഒരു ആന്തരിക ലോകം ഈ കേസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലേക്കുള്ള എല്ലാ തുറവികളിലും വലിയ ശക്തിയായാണ് തീർന്നത്. ഒരു ഭാഗത്ത് കലയിൽ തന്നെ ഏകാകിയുടെ ഒരു ആന്തരിക ലോകം പ്രവർത്തിക്കുകയും മറ്റൊരു ഭാഗത്ത് സാമൂഹിക വ്യക്തിത്വത്തിൽ ഒരു വലിയ തുറവിയിലേക്ക് പോരാ പോരാ ചെയ്യുവാനും പോരാ നൈരാശ്യത്തിൻ കൂരിരുളല്ലോ നീളെ അതിന്റെ കാളിമയേറുകയല്ലോ പാടേ പറ്റില്ല ഈ നില തുടരാൻ, പക്ഷെ എന്തു ചെയ്യാൻ കഴിയും, നമുക്കെന്തു ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്ന ഈ ഏകാകിയുടെ ആന്തരിക ലോകത്തിൽ നിന്ന് സ്വയം സംഗീതത്തിൽ തന്നെ അതിന് ഉത്തരം നൽകുന്ന ഒരു വൈരുദ്ധ്യാത്മക സംഗീത വ്യക്തിത്വം ഈ കേസിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറ്റിന്റെ അമ്മ നാടകം പി എൻ ദാമോദരൻ പിള്ള തർജ്ജമ ചെയ്ത് കോറസ് അവതരിപ്പിച്ചു തുടങ്ങിയ ആകെ 30 അവതരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പലർക്കും അറിയാം. അതിന്റെ പ്രൊഡ്യൂസർമാരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് തോന്നുക. ഡോക്ടർ പി കെ ആർ വാര്യർ, ഡോക്ടർ എം പി പരമേശ്വരൻ, സി പി നാരായണൻ, ഇ എം ശ്രീധരൻ, 4 പ്രൊഡ്യൂസർമാരാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മണക്കാട് ഉഷയെ അതിലെ നായികയാക്കി അമ്മയാക്കി അവതരിപ്പിച്ച 30 അവതരണങ്ങൾ മാത്രം ഉണ്ടായ ആ നാടകം സത്യത്തിൽ പിന്നീട് വന്ന അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല അമ്മകളെക്കാളും മികച്ചത് തന്നെയായിരുന്നു എന്നാണ് രണ്ടും പലതവണ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അത് ആ കാലത്ത് എന്തുകൊണ്ടോ നിരാകരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ അതിന് സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്, സംഘാടനപരമായ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഒക്കെ ശരിയായിരുന്നെങ്കിലും അതിന്റെ നീക്കി ബാക്കി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. പരിഷത്ത് എന്ന് കേട്ടാൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. 45 വർഷങ്ങൾക്ക് ശേഷം ബാലേന്ദ്രനും കൂട്ടുകാരും ഒക്കെ ചേർന്നിട്ട് വിവേകോദയ സ്കൂൾ മിനിയാന്ന് ഇത് അവതരിപ്പിക്കുമ്പോൾ, 2-ാം തീയതി ഇത് അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും നെഞ്ചിൽ കൈചേർത്ത് പിടിക്കുന്നതാണ് ഞാൻ തോന്നി. എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തോന്നിയത് സി ആർ ദാസും ബാലേന്ദ്രനും കോലടി നാരായണനും അവരൊക്കെ കൂടെ ചേർന്ന് ഈ നെഞ്ചിൽ കൈചേർത്ത് പിടിക്കുമ്പോൾ അതിന്റെ ഒരു കരുത്ത്, അധികം വിഷ്വൽസ് ഒന്നും ഉപയോഗിക്കാതെ അത് അവതരിപ്പിക്കുമ്പോഴുണ്ടാവുന്ന ഒരു കരുത്ത്, അതാണ് ഇത് ഏറ്റവും അധികം പ്രവർത്തിച്ചിരുന്നത്. ഓരോ ചെറു വസ്തുവിനും വിരതൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്. ഓരോ ചെറു വസ്തുവിലും ഈ വലിയ കട്ട്, യഥാർത്ഥത്തിൽ മൗനം എങ്ങനെയാണ് സംഗീതത്തിൽ വാക്കുകളെക്കാൾ വാചാലമാവുന്നത് എന്ന് മെയ്ദിനത്തിന്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഗസ്റ്റസിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ മൗനം വാചാലമാകുന്ന ഒരു നാൾ വരും. മൗനത്തിന് ശബ്ദത്തെക്കാൾ പ്രാധാന്യം ചരിത്രത്തിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ എന്തിന്റെ ധീരത കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബാക്കിയാവുന്നത് ആ മൗനമാണ്. എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്, എന്തിന്ന ധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടാൻ. നാടുകടത്തപ്പെട്ടവരെ, തടവിലടക്കപ്പെട്ടവരെ. എങ്ങനെയാണ് മീനിങ് ഫുൾ മ്യൂസിക് പറക്കുന്നത് എന്നതിന് എൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്. നാടുകടത്തപ്പെട്ടവരെ, തടവിലടക്കപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത്. നാടുകടത്തപ്പെട്ടവരെ എന്നല്ല. ഇങ്ങനെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വാധീന സ്രോതസ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എല്ലാ ഇന്റർവ്യൂകളിലും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നത് പി കെ ശിവദാസിന്റെ പേരാണ്. പി കെ ശിവദാസിനെ ഒരു കാലം കേരളം വിളിച്ചത്
കേരളത്തിന്റെ പോൾ റോബ്സൺ എന്നാണ്. എനിക്ക് ശിവദാസ മാഷിന്റെ വീട്ടിൽ പോയതിന്റെ ഒരു അനുഭവം ഞാനിവിടെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പറയുകയുണ്ടായി. കാക്കനാട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫാർമസി ഉണ്ട്. ഇവിടെയുള്ളവർക്ക് പലർക്കും അറിയാം ആ ഇംഗ്ലീഷ് മരുന്ന് ശാല. അതിന്റെ തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ വീടുണ്ട്. അദ്ദേഹം ഓമനെ എന്ന് ഭാര്യയെ വിളിക്കുന്നതിന്റെ ഒരു ശബ്ദം ഞാനിപ്പോഴും ഇങ്ങനെ ഓർക്കാണ്. അത് തന്നെ സംഗീതമാണ്. ഓമനെ എന്ന് വിളിക്കുന്നത് വളരെ ദീർഘനേരം ഇങ്ങനെ നീളുന്ന ഒരു സംഗീതമാണ്. ആ ദിവസം ഞാൻ പോകുന്നത്, അന്ന് നമ്മുടെ സംഘാംഗങ്ങൾക്ക് അവിടെ എത്തും. നികേശന് ഉടനെ വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ബ്ലോക്കിംഗ് നടത്തി പൂർത്തിയാക്കി പോകണം. ഒരു കാര്യവും ചെയ്യാൻ ഇല്ല, സംഗതികളെല്ലാം തയ്യാറായിട്ട് ഇവിടെ വന്നോളണം എന്നുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. മലബാർ എക്സ്പ്രസിൽ കിടന്നിട്ട് അതിൽ ഒരു ടിക്കറ്റ് പോലും ഇല്ല. എന്നാലും മേലെ എല്ലാവരും പെട്ടി കിടക്കൊക്കെ വെക്കുന്നതിന്റെ കൂട്ടത്തിൽ ചെരിഞ്ഞ് ഒതുങ്ങി കിടന്നിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതിയതാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ നാടകക്കാരനിൽ ഒരു അധ്യായത്തിൽ അത് എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് മലബാർ എക്സ്പ്രസിന്റെ റിതം വന്നത്. അതിന്റെ മ്യൂസിക് യഥാർത്ഥത്തിൽ മലബാർ എക്സ്പ്രസ് തന്ന മ്യൂസിക്കാണ്. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകടം പാടുമി പുഴകളിൽ വിഷം തൂക്കും അസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. ഇത് എന്റെ തന്നെ മ്യൂസിക്കാണ്, വി കെ എസിന്റെ അല്ല. പക്ഷെ വി കെ എസുമായി ഒത്തുചേർന്നതിന്റെ ഒരു ഫലമാണിത്. ഈ മീനിങ് ഫുൾ ആയ ഒരു മ്യൂസിക്കിനെ എങ്ങനെയാണ് പരിസരത്ത് നിന്ന് പോലും അടർത്തിയെടുക്കുക, ഒപ്പിയെടുക്കുക എന്ന ഒരു അന്വേഷണം അബോധത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ നീലവാനങ്ങളിൽ. ഇത്രയൊക്കെ തന്നെയാണ് വി കെ എസ് നമുക്ക് പകർന്നു തന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ ഒരു കോപ്പി ഉണ്ട്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തണ്ണീർ തണ്ണീർ എന്ന കോമൽ സ്വാമിനാഥന്റെ പ്രസിദ്ധമായ നാടകം ചലച്ചിത്രമായി വന്നപ്പോൾ അതിൽ എം എസ് വിശ്വനാഥൻ സംഗീതം നൽകിയിട്ട് ഒരു പാട്ട് അതിനകത്തുണ്ട്. ഈ പാട്ടിന് ഉപയോഗിച്ചിരിക്കുന്നതൊന്നും മിക്കവാറും ഇൻസ്ട്രുമെന്റ്സ് അല്ല, മറിച്ചിട്ട് അതിന്റെ ശബ്ദമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിരിക്കാം അതിന്റെ ക്രിയേഷന് വേണ്ടി. പക്ഷെ അതിനകത്ത് ഒരർത്ഥത്തിൽ ക്രിസ്റ്റഫർ ഗോഡ്വെല്ലിന്റെ ഒക്കെ വലിയൊരു ദർശനത്തെ സംഗീതത്തിലേക്ക്, ഇതൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യരായതുകൊണ്ടാണ്. പാലക്കാട് നിന്ന് ഹോട്ടൽ പണിയെടുക്കാൻ നാട് വിട്ടിട്ട് കണ്ണൂർ വന്ന ഒരാളാണ് വിശ്വനാഥൻ എന്ന മഹാനായ സംഗീതജ്ഞൻ. 10 വയസ്സിന് താഴെ ഉണ്ടാകുമ്പോൾ ഹോട്ടലിൽ മേശോടൊക്കെ ആയിരുന്നു കണ്ണൂർ ടൗണില്. എന്നിട്ട് ജയിലിനടുത്തേക്ക് വരെ, പള്ളിക്കുന്ന് വരെ നടന്നു വന്നിട്ട് അച്യുതൻ ഭാഗവതരുടെ വീട്ടിന്റെ മുമ്പിലെത്തുമ്പോൾ ഇങ്ങനെ നിൽക്കും. അവിടെ അച്യുതൻ ഭാഗവതര് കുട്ടികൾക്ക് സരിഗമ പദനിസ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എല്ലാ ദിവസങ്ങളിലും സന്ധ്യ മയങ്ങുമ്പോൾ ഒരു ചെറുക്കൻ സന്ധ്യാനേരത്ത് ഇങ്ങനെ വന്ന് ഇത് കാതോർത്ത് കേൾക്കുമ്പോഴാണ് ഒരു ദിവസം അച്യുതൻ ഭാഗവതരെ വിളിക്കുന്നത്. അടുത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം, നിനക്ക് പാട്ടിഷ്ടമാണോ? ഇത് തലയാട്ടുക മാത്രം ചെയ്യാണ്, എന്നാൽ നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കട്ടെ. അതിനും തലയാട്ടലാണ്. അവിടെ ഇരുന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ എതിർഭാഗത്തുള്ള അച്യുതൻ ഭാഗവതരുടെ പഴയ ഒരു വീട്ടിന്റെ മുറ്റത്ത് വൈകുന്നേരം വരെ എല്ലാവരും ഊണൊഴിച്ചു പോകുന്ന ഇലയെടുത്ത് കളഞ്ഞ് മേശ തുടച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് മഹാനായ സംഗീതജ്ഞനായി മാറിയ എം എസ് വിശ്വനാഥൻ എന്ന വലിയ കലാകാരൻ. ഇവരുടെയൊക്കെ ഒരു ജീവിതം അന്വേഷിച്ചു പോയാലാണ്. ഇത് ഏതെങ്കിലും റെക്കോർഡിംഗ് വേളയിൽ അയാൾക്ക് ജലദോഷം ഉണ്ടായി എന്നൊക്കെ എഴുതുന്നതാണ് ഇതിനെ കുറിച്ചൊക്കെയുള്ള ഇപ്പോഴുള്ള പഠനങ്ങൾ പലതും വരുന്നത്. ഈ ജീവിതം തേടി പോകുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് എത്ര വലിയ കണ്ണീരിന്റെ ഉപ്പുകല്ലുകൾ വാറ്റിയെടുത്താണ് നമ്മുടെ നാവിലേക്ക് എപ്പോഴും ഈ ജീവിതത്തിന്റെ ഉപ്പും മധുരവും ചവർപ്പും ഒക്കെ പകർന്നു തന്ന മഹത്തായ കലാസൃഷ്ടികൾ ഇവരൊക്കെ ചെയ്തു തന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ എം എസ് വിയുടെ തണ്ണീർ തണ്ണീറിലെ ഈ പാട്ട് മുഴുവൻ അതിന്റെ പശ്ചാത്തല സംഗീതം വിറകുകെട്ടുകളുമായി നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ കിതപ്പും അതിന്റെ ശബ്ദവുമാണ്. ഉരലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ, ഒലക്കെടുത്ത് ഇടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ, ഒരാൾ മഴുകൊണ്ട് ഇങ്ങനെ വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ. ഇപ്പോൾ നോക്കിയാൽ തണ്ണീർ തണ്ണീർ എന്ന് അടിച്ചിട്ട് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എം എസ് വിശ്വനാഥൻ കൂടെ അടിച്ചാൽ കിട്ടും ഈ പാട്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ അനുഭവങ്ങളുടെ ഈ തീച്ചൂളകളിലൂടെ നടന്നു പോയ ഒരു ബാല്യത്തിന്റെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാലത്തിന്റെയും കേരളത്തിൽ മുഴുവൻ ഉയർന്നു വന്ന ഒരു പുതിയ 50കളിൽ ഹിറ്റ ഉണ്ടാക്കിയെടുത്ത
ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ, കേരളത്തിൽ KPSC അടക്കമുണ്ടാക്കിയെടുത്തൊരു സാംസ്കാരിക മുന്നേറ്റത്തിന്റെ തുടർച്ചയായി D. ജയറാമിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സ് വയലാറിന്റെയും ദേവരാജന്റെയും പേരിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിപുത്രി എന്ന നാടകം അതിന്റെ പരസ്യം കൊടുത്തിട്ട് അവർ രണ്ടുപേരും പിന്മാറിയപ്പോൾ പുനലൂർ ബാലനാണ് ഈ പേര് പറയുന്നത്. ഒന്ന് പുനലൂർ ബാലൻ തന്നെ പാട്ടെഴുതാൻ, മറ്റൊന്ന് സംഗീതം നൽകാൻ ശശിയെ വിളിക്കാം എന്ന്. ഇങ്ങനെയാണ് VKSന്റെ, ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ പലയിടത്തുള്ള ഓഡിയോകളുണ്ട്. അക്കാലത്ത് രണ്ട് യുവാക്കൾ ചേർന്ന് പുനലൂർ ബാലനും VKSും ചേർന്നുണ്ടാക്കിയ മികച്ച അഗ്നിപുത്രിയിലെ പാട്ടുകൾ ഉണ്ടായിത്തീർന്നത്. പിന്നെ അക്കാലത്ത് തന്നെ തുടങ്ങിയാണ് ഗീതാഞ്ജലിയോടും ടാഗോറിനോടും ഒക്കെ ഉള്ള VKS അടുപ്പം. അക്കാലത്ത് തന്നെ അതിൽ പാടാനിവിടെ കരുതിയ ഗാനം എന്ന പി. ഭാസ്കരന്റെ തർജ്ജമ കൂടി അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ദീർഘമായി പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 80-ലെ കലാജാഥ വരുമ്പോൾ ഈ പഴയ ഓർമ്മയിൽ നിന്നാണ് പുനലൂർ ബാലൻ അമ്മ, 80-ലെ കലാജാഥയ്ക്ക് മുമ്പ് അമ്മ പുറത്തു വരുമ്പോൾ ഡോക്ടർ MGയോട് ഒരാള് ഇതിന്റെ സംഗീത ചുമതല എടുത്താൽ നന്നാവും എന്ന് പറയുന്നത്, അത് നമ്മുടെ ഈ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. അതാണ് വീണ്ടും ഈ വഴിയൊക്കെ ഉപേക്ഷിച്ച് സംഘടനാ പ്രവർത്തനത്തിന്റെ വഴിയിലേക്ക് മാത്രം VKSനെ വീണ്ടും കലയിലേക്കും സംഗീതത്തിലേക്കും തിരിച്ചുകൊണ്ടിരുന്നത്. ഇതില്ലെങ്കിൽ സത്യത്തിൽ ഞാൻ കരുതുന്നത് ആ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ VKS വഴിമാറി വേറൊരു വഴിയിലൂടെ പോകുമായിരുന്നു. നാം ഇതുപോലെ ഇങ്ങനെ VKSനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന വർഷങ്ങൾ ആവർത്തിക്കപ്പെടുകയില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ഒരുപാട് പേർ ഇല്ലാതായി. ഞാൻ ഇന്നലെ എന്നെ കാണാൻ വേണ്ടി മധു ആലപ്പുഴ എന്ന കവി, എഴുത്തുകാരൻ, പെട്ടെന്ന് അദ്ദേഹം തൃശ്ശൂരിൽ ഇപ്പൊ താമസിക്കുന്നുണ്ട്, കയറി വന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെടുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു തുടങ്ങി. അദ്ദേഹം വിസ്മൃതിയിൽ ഇങ്ങനെ കഴിയുകയാണ്. ഇങ്ങനെ എത്രയോ പേർ വിസ്മൃതിയിൽ കഴിയുന്നുണ്ട്. ഒരുപാട് പേർ പാട്ടെഴുതിയവർ, പാട്ടുണ്ടാക്കിയവർ, പാടിയവർ, അങ്ങനെ എത്രയോ മനുഷ്യർ മറ്റു പല തൊഴിലുകളിലും വളരെ നിശ്ചേതനരായി ഒരുപക്ഷെ എവിടെയും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ VKSന്റെ പാട്ടുകളും VKSും ഒരുപക്ഷെ വെറും സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു രംഗത്ത് മാത്രം അതുകൊണ്ട് മാറിത്തീരുമായിരുന്നു, അവസാനിക്കുമായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും കോറസ് അമ്മയും ഡോക്ടർ MPയും പുനലൂർ ബാലനും ഒക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം VKS എന്ന ഒരുപക്ഷെ ബ്രിട്ടീയൻ സംഗീത പദ്ധതിയെ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ സംഗീത പദ്ധതിയായി വികസിപ്പിച്ചെടുക്കാൻ തക്കവിധം VKS എന്ന കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ സംഗീതത്തിനെ സൃഷ്ടിക്കുന്നതിന് അതിന് ഏറ്റവും വലിയ ഭൗതിക സാഹചര്യം ഒരുക്കി എന്നത് ഈ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികവുറ്റ ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ള പാട്ടുകളാണ് കലാജാഥ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ എടുത്തത്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നാളെ നേതാക്കളായി എന്നോട് പറഞ്ഞു, ഒഴിഞ്ഞ ചട്ടിയിൽ നിന്നും എങ്ങനെ കഞ്ഞി കുടിക്കും നീ എന്ന് തുടങ്ങുന്ന പാട്ട്. നിയമഗ്രന്ഥവും ശാസനങ്ങളും അവർക്ക് സ്വന്തം, തടവറകളും ദണ്ഡനീതിയും അവർക്ക് സ്വന്തം എന്ന്. അതിൽ ഈ മാധ്യമ വിമർശനത്തിന്റെ ഏറ്റവും ശക്തമായ കനത്ത ശമ്പളം കൊടുത്തു നിർത്തുന്ന ജയിലറന്മാരും ജഡ്ജിമാരും അവർക്ക് സ്വന്തം എന്നും, എങ്കിലെന്ത് അടുത്തുപോയവർക്ക് അന്ത്യകാലം അതിനു മുമ്പ് അവർ മനസ്സിലാക്കും, ചെയ്തു വെച്ചത് മുഴുവനയ്യോ വിഫലമായല്ലോ എന്ന് അദ്ദേഹം പറയുന്നത് ബ്രക്റ്റുമാണ്, VKSുമാണ് എന്ന് നാം ഓർമ്മിക്കണം. ഇതേ സമയം തന്നെ കടലമ്മ കനിഞ്ഞു തന്ന ഖനി കൊണ്ട് കഴിഞ്ഞോര്. നിങ്ങൾ വെറുതെ ഇങ്ങനെ പാടുമ്പോ നിങ്ങൾ വെറുതെ ഓരോ തുഴപ്പാടാണ്, കൃത്യമായും അതിന്റെ താളപദ്ധതി. കലിന്റെ മക്കളിന്ന് കണ്ണീരിലല്ലോ കടലമ്മ കനി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാലടിയിൽ വിഷ്ണുമാഷെ കാണാൻ പോയി, കിടങ്ങൂരിൽ. വിഷ്ണുമാഷ് അതിനിടയിൽ സ്ട്രോക്ക് വന്നു, ഓർമ്മകളിൽ നിന്ന് കുറച്ചകന്നു. അങ്ങനെ വിഷ്ണുമാഷ് അവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം കൂടെ ചേർത്ത് ചെണ്ട പൊട്ടിക്കൊണ്ട് കടലമ്മ കനിഞ്ഞു തന്ന കനി കൊണ്ട് കഴിഞ്ഞോര് കടലിന്റെ മക്കൾ
മക്കളെന്ന് കണ്ണീരിലല്ലോ എന്ന്. ഇവിടുത്തെ SPN അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകൾ, അതിന് അദ്ദേഹം തന്നെ അപ്പോൾ പാടിക്കൊണ്ടിരുന്ന ഈണങ്ങൾ, ഇതിനൊക്കെ ചേർത്തിട്ട് PN ദാമോദരൻ പിള്ള ആ പഴയ വായ്ത്താരിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത വളരെ പ്രസിദ്ധമായ ചീരപ്പങ്കാവിലെ തേവരുടെ ഗർഭക്കാറ്റ് പറവട്ടി മണികൊട്ടി കളിയുണ്ടല്ലോ 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 പറവട്ടി മണിയൊട്ടി കളിയുണ്ടല്ലോ, ഇതില് VKS പാടിക്കൊണ്ടിരുന്ന ഭാഗമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഞാൻ തന്നെ സദസ്സിൽ ഇരുന്നിട്ട് നാവിൽ വെള്ളം ഉറിയിട്ടുണ്ട്. ആറ്റുവരാലുപ്പിട്ട് തേങ്ങാപ്പീരയും കാന്താരിയും ചതച്ചിട്ട് പൊതിഞ്ഞു കെട്ടി വാഴയുടെ കീറില് പൊതിഞ്ഞു കെട്ടി. അതിനിടെ VKS തന്നെ പാടുന്നുണ്ട്. ഈ ശബ്ദമൊക്കെ നൊട്ടയിടുന്നതൊക്കെ അപ്പൊ തന്നെ ഇട്ടേക്കാണ്. ഇങ്ങനെ ഓരോന്നും. പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തേത് 1981 എഴുതിയ ഏകലവന്റെ തിരുവിരൽ എന്ന. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഗീതത്തിന്റെ ഒരു പദ്ധതി മാത്രം നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബോധ്യമാവും. എത്രയേറെ സംഗീതം, ഒരുപക്ഷെ VKSന് മാത്രം സാധ്യമാവുന്ന ഒന്ന്. അത് നാക്കിലയിൽ ചോര കുതിർന്നു കിടക്കുവതെന്തോ വാക്കിനൂറ്റമ്പേറും മുമ്പേ ഹരിലപ്പെട്ടൊരു നാക്കോ. ഞാൻ കവിത വരുന്നത് തന്നെ ഈ പെരുവിരൽ നിന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ടല്ല. നാക്കിലയിൽ ചോര കുതിർന്ന് കിടക്കുവതെന്തോ വാക്കിൻ 100 മുമ്പേ അരിയപ്പെട്ടൊരു നാക്കോ എന്നാണ്. പല ചോദ്യങ്ങളിൽ നിന്നാണ് അതിലേക്ക് എത്തുന്നത്. കുലവില്ലിൻ ഞാണുപിടിച്ചു തഴമ്പിച്ചൊരു വിരലോ മലയും കാടും പെറ്റു വളർത്തിയ മകന്റെ പെരുവിരലോ. നിശബ്ദമായ കരച്ചിലുകളും ഏങ്ങലടികളും എങ്ങനെയാണ് ആലാപനത്തിന്റെ നൈരന്തര്യം ഒരിക്കൽ പോലും വിഘ്നം വരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സംഗീത അന്വേഷണമാണ്. ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് ആരും ഇതൊന്നും പഠിക്കാത്തത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം ഇതിപ്പോഴും മുഖ്യ സംഗീത പദ്ധതികളിലൊന്നും ആരും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ നാം കേട്ടുകൊണ്ടിരിക്കുന്ന, നാം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വളരെ പദ്ധതികളെക്കാൾ വലിയതാണ് പെരുവിരൽ. വേടക്കരുമാടി ചെക്കന്റെ പെരുവിരൽ കുരുഭൂവിൽ വിജയങ്ങൾ കൊയ്യാൻ കരുനീക്കുന്ന യുവരാജഗജങ്ങൾ തൻ മതമസ്തക മധ്യത്തിൽ ഒരു ശരമുനതൻ കിടിലം പോലെ ഈ പെരുവിരൽ. പിന്നെ അങ്ങോട്ട് താഴുന്നില്ല. പെരുവിരൽ 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 ഏകലവ്യന്റെ പെരുവിരൽ. അവിടെ ബോധനത്തിന്റെ പെട്ടെന്നൊരു രീതിയിലേക്ക് ഇറങ്ങി കയറും. ഈ ഒരു വലിയ പദ്ധതിയെ കേരളത്തിൽ വികസിപ്പിച്ച ഒരാളെയുണ്ട്. നാം വലിയ സംഗീതജ്ഞനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അവർ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിന്റെ ഈ ഒന്നാം തലമുറ, ഒരുപക്ഷെ ദക്ഷിണാമൂർത്തിയെ പോലെ നേരിട്ട് ബന്ധമില്ലാതിരുന്ന ഒരാൾ ഒഴികെ വയലാറിന്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ദേവരാജനാവട്ടെ, രാഘുമാഷാവട്ടെ, ഇങ്ങനെ ഒരു വലിയ ബാബുരാജാവട്ടെ, ഇവരെല്ലാവരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം, ഇപ്റ്റയോടൊപ്പം, ഒരുപക്ഷെ KPSCയോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർ നാടകത്തിനായാലും ചലച്ചിത്രത്തിനായാലും ഉണ്ടാക്കിയ സംഗീതത്തിലൊക്കെ മറ്റ് അന്ന് പറയാതിരുന്ന ഈ മീനിങ് ഫുൾ മ്യൂസിക്കിന്റെ ഒരു വലിയ സങ്കല്പം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒക്ടേവ്, ഞാനിപ്പോ ഒരൊറ്റ ഉദാഹരണം പറയാം. വരിക ഗന്ധർവഗായക വീണ്ടും വരിക കാതോർത്തു നിൽക്കുന്നിതാകാലം എന്ന് തുടങ്ങുന്ന സാക്ഷാൽ കാളിദാസ കലാകേന്ദ്രം 1960 ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ നാടകമായ ഡോക്ടറിന്റെ അവതരണ ഗാനമായിട്ട് ഉണ്ടാക്കിയ ONV ദേവരാജൻ കൂടി ചേർന്നു വീണ്ടും എന്ന്. എത്ര ഒക്ടേവുകളിലായിട്ടാണ് ആ കോറസ് പാടിയിരിക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് ബോധ്യമാണ്. ഇന്ത്യയിൽ തന്നെ കോറസ് എന്നത് ഉപയോഗിച്ചത് ഒരുപക്ഷെ മുഖ്യധാരാ സംഗീതത്തിലേക്ക് ഉപയോഗിച്ച ആദ്യത്തെ ആൾ സലീൽ ചൗധരി ആണെങ്കിൽ ദേവരാജനാണ് കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ വരുത്തിയത്. ഇതിന്റെ ഒക്കെ ഒരു വലിയ തുടർച്ചയാണ് VKSൽ അതിൽ നിന്ന് പൂർണ്ണമായ ഒരു വിച്ഛേദം സൃഷ്ടിച്ചുകൊണ്ട് ഉയർന്നു വന്നത് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വാസ്തവമായിരിക്കും എന്ന് നാം അന്വേഷിക്കണം. ആശാന്റെ, ഇടശ്ശേരിയുടെ, കടമ്മനിട്ടയുടെ, സച്ചിദാനന്ദന്റെ, കുഞ്ഞപ്പ പട്ടാനൂരിന്റെ, രക്റ്റിന്റെ, മൈക്കോസ്കിയുടെ,
ഇങ്ങനെ എത്രയോ ഒരിക്കലും അത്രയധികം ശയ്യാഗുണത്തോടെ ചേർന്ന് നിൽക്കാത്ത വരികൾ, അത് മുഴുവൻ ഞങ്ങളുടെ തലമുറയിൽ എന്റെയും സജീന്ദ്രന്റെയും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ വരികൾ പിന്നീട് അദ്ദേഹം ചിട്ടപ്പെടുത്തുമ്പോൾ ഉള്ളതിലേറെ ഈ വിവർത്തന കവിതകൾക്ക് വലിയ ഇടഞ്ഞ് ഏത്തവാഴ കൊലകളെ പോലെയാണ് എന്ന് പറയും. കായകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. കാരണം അതിനെ ഇങ്ങനെ ഒതുക്കി മുല്ലനേഴിയുടെ ഒക്കെ ആണെന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ്. പക്ഷെ ഇതിങ്ങനെ ബോധപൂർവം ഞങ്ങൾ ഒതുക്കാതിരുന്നിട്ടുണ്ട് പലരും. അങ്ങനെ ഒതുക്കാതിരിക്കുന്നതും അദ്ദേഹം എങ്ങനെയാണ് സംഗീതത്തിന്റെ പദ്ധതിയിൽ ഒതുക്കിയത് എന്നത് VKSനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുസ്മരണമാവും എന്നാണ്. കാതോർത്തിരിക്കുക കാലം വിളിക്കുന്നു, നാടാകെ കാത്തു നിൽക്കുന്നു എന്നാണ്. നാടാകെ കാത്തു നിൽക്കുന്നു. പൊരുതിയും ചാടി കുതിച്ചും കിതച്ചുമി പാടവുകൾ പിന്നിടാം വേഗം എന്ന്. നിങ്ങൾ ഇതൊന്നും ഞാൻ എഴുതിയ വരികളല്ല, VKS രചിച്ച സംഗീതമാണ്. പാടവുകൾ പിന്നിടാം വേഗം, അറിവിന്റെ ആദ്യാക്ഷരത്തിന്റെ നൊമ്പരം ഹൃദയത്തിലേറ്റി നടന്നു. അതിന്റെ ഭാരം മുഴുവൻ ആ വരികളിൽ തൂങ്ങുകയാണ്. ഹൃദയത്തിലേറ്റി നടന്നു, അരുതുകൾ മറകെട്ടി മുട്ടിച്ച ശില തകർത്തതു നറുണ്ടേമ്പോൾ പകർന്നു. അവിടെ നിന്നും കൊളുത്തി ഞങ്ങൾ ഈ പന്തം, അവിടെ നിന്നും കൊളുത്തി. 84-ൽ ഒരു ചോദ്യം മറുചോദ്യം. VKSന്റെ സംഗീതമല്ല, VKS ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ VKS സംഗീതം നൽകേണ്ടതാണ്. എന്റെ തന്നെ സംഗീതത്തിൽ പാടിയൂട്ടുചാലിലെ മുരളി മാസ്റ്റർ ഏർപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ ഒരു സ്കൂളിൽ കിടന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കറണ്ട് പോയപ്പോൾ എഴുതിയതാണ് ആ വരികൾ. അപ്പൊ തന്നെ എന്റെ സംഗീതമാണ്. ഒരു ചോദ്യം മറുചോദ്യം, പല ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾ. ഈ പ്രപഞ്ച ശക്തിയാര്, സൗന്ദര്യങ്ങൾ തൻ സൃഷ്ടാവാര്, ഉത്തരം അതിനൊറ്റയുത്തരം, ഉത്തരം അതിനൊറ്റയുത്തരം. ഇത് ഞാൻ നൽകുന്ന ഈണമാണെങ്കിൽ സത്യത്തിൽ ഞാൻ കരുതുന്നത് ഇത് VKS എന്നിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു സംഗീത ബോധത്തിന്റെയാണ്. പിന്നീട് വളരെ കൃത്യമായിട്ടും ബാബു നരേന്ദ്രൻ ഇത് ചിട്ടപ്പെടുത്തി പെട്ടിയിൽ വായിച്ചെടുത്ത് കൃത്യമായി ശ്രീരാഗമാണ്. അപ്പൊ നമ്മൾ എത്രയോ കാലമായി നമ്മളോട് ഒപ്പം നിൽക്കുന്ന സംഗീതം മുഴുവൻ നമ്മളിലേക്ക് പല ചാലുകളിലായി നമ്മളറിയാതെ ഒഴുകി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് VKSും അതിന്റെ സൃഷ്ടിയാണ്, ഒരു കാലത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ്. കീറിപ്പറിയും ഈ ഭാരതത്തിൻ പേരിൽ പാടാം, നമുക്കൊത്തു പാടാം. കൃത്യമായി മീറ്ററിലാണ് ഉള്ളത്. പക്ഷെ VKS മീറ്റർ ബ്രേക്ക് ചെയ്യുന്നത് കുത്തിക്കുട്ടൽ മാല കീറുമി ഇന്ത്യതൻ മക്കളെ ഓർത്തു നാം ഒത്തുപാടാം. മനുഷ്യ മനസ്സിൽ സംഗീതം നിറയുന്നത് വരെ നാം പാടാം. ആസുരതകൾ ഒഴിയുന്നത് കനിവിന്റെ നീരുറ തെളിയുന്നത് വരണം. തുടികൊട്ടിപ്പാടാം, പാടാം. ഈ എല്ലാ സഞ്ചാരങ്ങൾ കഴിഞ്ഞ് പാടാം എന്ന് പറയുമ്പോ ശരിക്കും ഏറ്റവും അധികം ഓപ്പൺ ത്രോട്ടിലേക്ക് എല്ലാവരും എങ്ങനെയാണ് ഒരു ജനത മുഴുവൻ പാടേണ്ടത് എന്ന ഉത്തരം ആയിത്തീരുകയാണ്. നെഞ്ചുയർത്തി ഇന്ത്യയിൽ നമുക്ക് പാടുവാൻ ഒരൊറ്റ സംഘഗാനം, അതിൻ സിംഹനാദം. സംഘഗാനം ഗ്രൂപ്പ് പാടുകയാണ്. അതിൻ സിംഹനാദം പതിയെ എങ്ങുമെങ്ങും അതിൻ അനുരണനങ്ങൾ, പതിയെ എങ്ങുമെങ്ങും അതിൻ പ്രതിഫലനങ്ങൾ. നെഞ്ചുയർത്തി ഇന്ത്യയിൽ നമുക്ക് പാടുവാൻ ഒരൊറ്റ സംഘഗാനം. എങ്ങനെയാണ് സ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയാൽ നമുക്കിതിന്റെ അത്ഭുതം മനസ്സിലാവും. ഏറ്റവും അധികം സങ്കീർണമായിട്ടുള്ള
ഞാൻ സ്ത്രീയും കന്യാഭൂമിയൊക്കെ ഞാൻ തന്നെ ഈണം നൽകിയ പാട്ടുകളാണ്. ഏറ്റവും സങ്കീർണമാകുന്ന 24-ാം വാർഷികത്തിനുണ്ടായ മുറിഞ്ഞു പിടഞ്ഞ വാക്കുകൾ തുടങ്ങിയ ആ വരികളാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഏത് താളത്തിൽ എഴുതണമെന്ന് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഏത് താളത്തിൽ എഴുതിയാലും എന്തെങ്കിലുമായിട്ട് ഇങ്ങ് വന്നാൽ മതി. അത് ഗദ്യത്തിലായാലും അതിന് പാട്ടുണ്ടാക്കുക. ഇതുവരെ പാടാത്ത, ഇതുവരെ കേൾക്കാത്ത താളത്തിൽ എന്ന് പറഞ്ഞെങ്കിലും ഈ കേസ് അതിനൊക്കെ ഒടിച്ചു മടക്കി കൃത്യമായി മുറിഞ്ഞു പിടഞ്ഞ വാക്കുകൾ, കരഞ്ഞു പിറന്ന വാർത്തകൾ, ഉടഞ്ഞു തകർന്ന പാട്ടുകൾ, കുഴഞ്ഞു വലിഞ്ഞ സ്വരങ്ങളും. ഒരുതരം ദാദായിസത്തിന്റെ ഒക്കെ പോലുള്ള ഒരു അന്തരീക്ഷം എഴുത്തിൽ സൃഷ്ടിക്കായിരുന്നു ആ വരികളും. പക്ഷെ ഈ കേസ് അതിന്റെ സംഗീത പദ്ധതിയിൽ വന്നപ്പോൾ സ്വരങ്ങളും എന്ന് ചേർത്തു. ഇടയ്ക്കൊരു സ്വരം, ഇടയ്ക്കതൻ ഉടുക്കുതൻ, ഇടയ്ക്കുമേ ഇടത്തു നെഞ്ചുതൻ, സ്വരം സ്വരം സ്വരം. പല നാടുകൾ തന്നിളം കഴുത്ത് പെയ്ത ചോരയിൽ വിളയാടിയ വിശ്വഭീകരാധികാരമേ, ധനമൂലധനഭ്രാന്തിൻ വില കൂടിയ ചങ്ങല വിപണിതന്റെ കുറ്റിയിൽ എന്ന് തുടങ്ങുന്ന വരികൾ. ഞാനിതെല്ലാം പാടിക്കൊണ്ടിരുന്നാൽ ഇനിയുള്ള കണ്ണൂരിൽ നടന്ന CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിനുവേണ്ടി ഞാൻ തന്നെ എഴുതിയ പാടൂ, ഒക്ടേവിന്റെ വലിയ ഉപയോഗം നടന്ന പാടൂ, ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും ഇതുമ്പാതെ പാടൂ, ഇളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കിപ്പാട്, തിളയ്ക്കുന്നൊരോർമ്മയിൽ. പഴയ വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ് തിളച്ച വെളിച്ചെണ്ണയിൽ കൈമുക്കുക, സത്യം തെളിയിക്കാൻ. എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു വലിയ ഘട്ടം. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കിപ്പാടൂ, കണ്ഠം വിറയ്ക്കാതെ പാടൂ, പാടൂ എന്ന് തുടങ്ങി പോകുന്ന ഏതാണ്ട് 13.5 മിനിറ്റുള്ള ഒരു പാട്ട്. വിക്കേസ് ഇതൊന്നും മുഴുവൻ സമയം പാടാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ ഓർമ്മപ്പെടുത്തൽ മാത്രം നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഓഡിയോ ഉണ്ട്, തീർച്ചയായിട്ടും അത് യൂട്യൂബിലൊന്നും വന്നിട്ടില്ല എന്നുകൊണ്ടാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ മനോഹരമായ ഓഡിയോ വിക്കേസിന്റെ ജീവിതകാലത്ത് തന്നെ ചെയ്ത് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്നോട് എനിക്ക് വ്യക്തിപരമായിട്ട് ചോരയും കണ്ണീരും നിറഞ്ഞ വഴികളെന്ന അമ്മയുടെ ആത്മകഥ വായിച്ചിട്ടുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടാവും. അവർക്കറിയാം വ്യക്തിപരമായി എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ള കുറച്ച് വരികൾ. ഈ കേസ് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ ഇതിന് സംഗീതം നൽകുന്നില്ല, കാരണം ഇതൊരു നേർന്ന അനുഭവമാണ്, അതുകൊണ്ട് ഇത് എനിക്ക് വയ്യ, പറയില്ല എങ്ങനെയെങ്കിലും ഈ വരി പാടിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഒരു ആൽബത്തിന് വേണ്ടി എഴുതിയതാണ്. എങ്കിലും അദ്ദേഹം അതിന് ഉണ്ടാക്കിയ ഈണം ഞാൻ എപ്പോഴും വളരെ നന്ദിപൂർവ്വം ഓർക്കാം. എന്നോട് പിറന്നവൾ ഉറങ്ങും ഒരു മൺതറയിൽ നിന്നുണരുന്നു, തുടിക്കും അവളുടെ ചിര മുനിഞ്ഞു മന്ത്രിക്കുന്നു എന്ന് തുടങ്ങുന്ന വരികൾ. ഞാൻ ഇപ്പോഴത് പാടുന്നില്ല. അതുപോലെ കുഞ്ഞപ്പ ഉണ്ടാക്കിയ ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ, ഓർക്കുവാൻ എന്തെന്തു കാര്യമുണ്ടോർക്കണം, ആരെ വിദക്ഷതി കണ്ടങ്ങളെന്നും ആരെ കൊയ്തീ കണ്ടങ്ങളെന്നും ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർമ്മകൾ ഓർമ്മകൾ ചൂരുള്ളോരോർമ്മകൾ എന്ന് തുടങ്ങുന്ന ഒരേ സമയത്ത് വിപ്ലവഗാനം എന്നും അതോടൊപ്പം മനസ്സിനെ കീറി മുറിക്കുന്ന അതിന്റെ നിഴലിൽ തന്നെയുള്ള വിഷാദത്തിന്റെ വലിയൊരു ആവിഷ്കാരം എന്ന നിലയിലുള്ള നാദിറ പറയുന്നു. അത് മാപ്പിളപ്പാട്ടിലേക്ക് വരുന്നു, ഒന്ന് ഫോക്കിലേക്ക് വരുന്നു. ചെറുവേര എന്ന എൻ്റെ നാടകമായി അത് വരുമ്പോൾ ഒരുപാട് വളരെ പ്രമുഖരായ സംഗീത സംവിധായകരാണ് അതിന് അതുവരെ ചെയ്തത്. പക്ഷെ VK സംഘത്തിന് വേണ്ടതെന്ന് അതിന് മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചത്.
അതിൽ കാ എന്ന അക്ഷരത്തിൽ മാത്രം അവസാനിക്കുന്ന പടക്കിറങ്ങി കുതിക്കുക, ഒടുക്കമീ തോക്കെടുക്കുക, ശിരസ് കുനിയാതിരിക്കുക, മരിക്കുവോളം പൊരുതുക. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. സങ്കേതം ഉണ്ടായ കാലം മുതൽ വികേസിനെ മറ്റൊന്ന് എല്ലാ കാലത്തും ഓർമ്മയിലുണ്ടായിരുന്നു. പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന പാട്ടുകാരൻ. അവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന ഒരു നാടകമായിരുന്നു ചിഗുവേര എന്ന നാടകം. അതിന്റെ തുടങ്ങുന്ന ചോരയിൽ പിടഞ്ഞണഞ്ഞ തീ പിടിച്ച ജീവിതം പേരതിന് ചേകുവേര എന്ന് തുടങ്ങുന്ന പാട്ടുകൾ. ഇതൊക്കെ വികേസിന്റെ 21ാം ശതകമെത്തി ഇവിടുന്ന് ഉണ്ടായ പാട്ടാണ്. കോട്ടക്കൽ നിന്നുണ്ടായ പാട്ടുകൾ വേറെ കുറെ ഉണ്ട്. നിർഭയം ശിരസ്സുയർത്തി നിൽക്കുമീ ഹിമാചലം, കേരള പുതുതലമുറ പൂത്തുലയുമീ നിമിഷങ്ങളിൽ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകൾ. ഞാനതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇനി ഒട്ടും കടക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ ഒരു തലമുറയെ ഇങ്ങനെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ എല്ലാവരെയും കോർത്ത് കെട്ടിയ കണ്ണിയായിരുന്നു വികേസും വികേസിന്റെ സംഗീതവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതൊരിക്കലും അവസാനിച്ചു പോയിക്കൂടാ. കാരണം എപ്പോഴും നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇതുപോലൊരു കാലത്ത് വലിയ ചില തകർച്ചകൾ കലയുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ബോധപൂർവമായ ഇടപെടലുകൾ. അതിലൊന്ന് വികേസ് എപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. ഇപ്പോ തന്നെ ഈ ഓരോ ആരേ വിദഗ്ധി കണ്ടങ്ങളെന്നും വളരെ കൃത്യമായും നാം എന്തു പറയുന്നു എന്ന് കേൾപ്പിക്കുക എന്നതാണ് സംഗീതം കൊണ്ടുള്ള ധർമ്മം എന്ന് ധരിക്കുന്ന ഒരാളാണ് വികേസ്. ആ കവിതയുടെ നാം ഉച്ചരിക്കുന്ന വാക്കുകളുടെ അർത്ഥത്തെ പോലും ദ്യോതിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഇത് ഇല്ലാതാവുകയാണ്. ഒരു പാട്ട് കേട്ടാൽ അതിന്റെ ടെക്സ്റ്റ് ഉടനെ സെർച്ച് ചെയ്തിട്ട് അത് ഏതാണ് എന്ന് വായിച്ചു നോക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. വേറൊന്ന്, ഹ്യൂമൻ വോയിസിന്റെ ഒരു വലിയ ശക്തി. ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുകൊണ്ട് കൂടിയാണ്. നാം വളരെ ക്രമപ്രവൃത്തമായ ഒരു താളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. നിരന്തരമായി കേൾക്കുന്ന ഈ ശബ്ദം നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. കേരളത്തിലെ പാട്ടിന്റെ ഒരു രംഗത്ത്, പ്രത്യേകിച്ച് കമേഴ്സ്യലായി സംഗീതത്തിൽ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് പുരുഷ ശബ്ദത്തെ അത് പൂർണ്ണമായി തകർത്തെറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. അത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഹസ്കിയായ ഒരു വോയിസ് മാത്രം ഉൽപ്പാദിപ്പിച്ച് അതിനെ ഇല്ലാതാക്കി തീർത്തിട്ടുണ്ട്. വലിയ പ്രതിരോധം നടക്കേണ്ട ഒരു മേഖലയാണിത്. ഉണർത്തുപാട്ടിന്റെ, അല്ലെങ്കിൽ മനുഷ്യരെ ഉണർത്തുന്നതിന്റെ ഒരു സംഗീതം, അതിനെ പൂർണ്ണമായി തകർക്കാനുള്ള ഒരു മാർഗമാണ് ഈ മെയിൽ വോയിസ് എന്ന ഒന്നിനെ അതിന്റെ ഒരു കൃത്യമായ പ്രയോഗത്തിൽ നിന്ന്. ഇപ്പോഴെല്ലാം പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നതാണ്. രണ്ട് വ്യത്യാസങ്ങളുണ്ട്, രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഫീമെയിൽ വോയിസിൽ വലിയ, ഇപ്പൊ രശ്മി സതീഷിനെ പോലുള്ളവർ പാടുന്ന, പുഷ്പവതിയെ പോലുള്ളവർ പാടുന്ന വലിയ ചില പരിശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മെയിൽ വോയിസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെ ഇടയിലുള്ള ഒരു ശബ്ദത്തിലുള്ള ഒരു പാട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ഹസ്കിയായി ഉണ്ടാക്കുന്ന ഈ വോയിസിനിടയിൽ ഏതാണ്ട് ഒരു ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള, ഉറക്കത്തിന്റെ തൊട്ടു മുമ്പുള്ള ഒരു അവസ്ഥയിലേക്കാണ് പല പാട്ടുകളും കേട്ടാൽ നാം മാറിപ്പോവുക. അങ്ങനെ അതല്ലെങ്കിൽ ഇപ്പൊ കൊലപാതകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാട്ടുകൾ പോലും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. കൊലകൾ, വലിയ ക്രൈം, വലിയ വയലൻസ്, അതാണ് ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം സഞ്ചരിക്കുന്ന പാട്ടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലാവും. അത് ഭയങ്കരമായ വയലൻസ് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം ഉള്ള, ചെയ്യുന്ന കേൾക്കുന്ന ആളിലേക്ക് വയലൻസ് ഉണ്ടാക്കുന്ന വിധമുള്ള ഒരു പദ്ധതിയായി അത് മാറുകയാണ്. അതുകൊണ്ട് ഹിംസയുടെ ഒരു വലിയ പ്രത്യയശാസ്ത്രം ഫാഷിസത്തിന്റെ ഭാഗമായി വ്യക്തതയുടെ, വ്യതിരിക്തതയുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയും ഹിംസക്ക് ഇടങ്ങുന്ന ഒരു അവ്യക്തതയുടെ, സംശയത്തിന്റെ ഒരു മങ്ങൂഴം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രവണത കലയിൽ വളരെ കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്താണ് വികേസ് ഓരോ ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക് എന്ന് ഏതോ ഒരു അരങ്ങിൽ നിന്ന് അലറിക്കൊണ്ട് നമ്മളോട് ചോദിക്കുന്നത്. ഉറങ്ങാതിരിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള. വികേസിനോടും വികേസിന്റെ ഓർമ്മകളോടുള്ള നീതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്